നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഗാസയിലേക്കുള്ള ഭക്ഷണമടക്കമുള്ള സഹായങ്ങൾ കരമാർഗം എത്തിക്കുന്നത് ഇസ്രയേൽ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. ഹമാസ് ഇത് തട്ടിയെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ ഭക്ഷണ വണ്ടികളെ വിലക്കിയത്. ഹമാസ് ഈ ആരോപണം നിഷേധിച്ചുവെങ്കിലും ഇപ്പോഴും ഭക്ഷണ വിതരണത്തിനായി എത്തുന്ന ട്രക്കുകളെ അതിർത്തി കടത്തിവിടാതെ തടഞ്ഞുവെക്കുകയാണ് ഇസ്രയേൽ. തുടർന്ന് ഭക്ഷ്യസഹായം ആകാശമാർഗം എത്തിക്കുന്ന നടപടികളാണ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഗാസയിൽ നടത്തുന്നത്. അതിനിടയിൽ കടലിൽ ഇറക്കിയ ഭക്ഷണപ്പൊതികൾ ശേഖരിക്കാനിറങ്ങിയ 18 പലസ്തീനികൾ മുങ്ങി മരിച്ചു. ഗാസയിലേക്കുള്ള ഭക്ഷണമടക്കമുള്ള സഹായങ്ങൾ കരമാർഗം എത്തിക്കുന്നത് ഇസ്രയേൽ മുടക്കിയതിനെ തുടർന്നാണ് ഭക്ഷ്യസഹായം ആകാശമാർഗം എത്തിച്ചത്. മെഡിറ്ററേനിയൻ കടലിൽ ഇറക്കിയ ഭക്ഷ്യക്കിറ്റുകൾ ശേഖരിക്കാനിറങ്ങിയ ആൾക്കൂട്ടമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഭക്ഷണപ്പൊതികൾ ശേഖരിക്കാൻ 100 കണക്കിന് ആളുകളാണ് ആഴക്കടലിലേക്ക് ഇറങ്ങിയത്. ഈ മാസം ആദ്യം ഭക്ഷ്യക്കിറ്റുകൾ തലയിൽ വീണുണ്ടായ അപകടത്തിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. 6 മാസത്തോളമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസ കനത്ത പട്ടിണിയെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് എയർ ഡ്രോപ്പ് സംവിധാനത്തിലൂടെ ഭക്ഷണപ്പൊതികൾ എത്തിക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ തയ്യാറായത്. 18 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഗാസയിലേക്ക് ആകാശമാർഗം ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നത് നിർത്തിവെക്കണമെന്ന് ഹമാസ് വിദേശ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ നടപ്പാക്കണമെന്ന UN സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയം പാസാക്കിയ സാഹചര്യത്തിൽ കരമാർഗം കൂടുതൽ ട്രക്കുകൾ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ഗാസ കനത്ത ക്ഷാമം അഭിമുഖീകരിക്കുകയാണെന്നും അത് ഒഴിവാക്കാൻ വിമാനമാർഗമോ കടൽ വഴിയോ കൂടുതൽ സഹായം എത്തിക്കണമെന്ന് യുണിസെഫ് പറഞ്ഞു. അടിയന്തര വെടിനിർത്തൽ പ്രമേയം പാസാക്കി 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. റഫേലും ഖാൻ യൂനിസിലും വടക്കൻ ഗസയിലും അടക്കം ഇന്നലെയും ഇസ്രയേൽ വൻതോതിൽ ബോംബ് വർഷം തുടർന്നു. ഇതുവരെ 32,414 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ പറയുന്നത്. അതിനിടെ കരമാർഗം ദുരിതാശ്വാസം എത്തിക്കുന്നതിനെതിരെ ഇസ്രയേൽ വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ കപ്പൽ വഴി ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ US-UAE ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനായി ഗാസ തീരത്ത് താൽക്കാലിക ജെട്ടി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ദിവസം 2 നേരം ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. എന്നാൽ കരമാർഗം സഹായം എത്തിക്കാതെ സ്ഥിതി മെച്ചപ്പെടില്ലെന്ന് UN നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസയിൽ സഹായ വിതരണം വിലക്കിയ ഇസ്രയേൽ നടപടി പിൻവലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ദുരിതാശ്വാസ വിഭാഗം മേധാവി യാനസ് ലെനാർച്ചിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിലേക്ക് കരമാർഗം ഉടൻ കൂടുതൽ സഹായം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂറോപ്യൻ പാർലമെന്റ് പ്രമേയവും പാസാക്കിയിരുന്നു. എന്നാൽ അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെയും UN-ന്റെയും ഇത് സംബന്ധിച്ച അഭ്യർത്ഥനകൾ ഇസ്രയേൽ തള്ളുകയായിരുന്നു.